പന്തിരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് പരാതികളിൽ മലക്കം മറിഞ്ഞ് യുവതി. രാഹുലിനെതിരെ പരാതിപ്പെട്ടത് വീട്ടുകാരുടെ നിർബന്ധത്താലാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് മർദ്ദിച്ചതെന്ന് പറയാൻ വീട്ടുകാർ നിർബന്ധിച്ചു. രാഹുൽ തന്നോട് നന്നായാണ് പെരുമാറിയത്. ഭർത്താവിനെതിരെ പറഞ്ഞതെല്ലാം നുണയെന്നും അതിൽ പശ്ചാത്താപമുണ്ട് എന്നും പെൺകുട്ടി പറഞ്ഞു. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോടെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു. ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക, ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല. രാഹുലേട്ടനായിട്ട് മാത്രമല്ല, രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും, മിക്ക ചിലവുകളും രാഹുലേട്ടനാണ് നടത്തിയത്. ഈവൻ കല്യാണത്തിൻ്റെ റിങ്ങും അതിൻ്റെ എന്താ പറയുക ഡ്രസ്സും എല്ലാം, ഞാനിട്ട എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിയിട്ടുന്ന രാഹുലേട്ടനാണ്. എല്ലാ ചിലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു. ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്കിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പറയേണ്ട റീസൺ, എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത്. 2 പ്രാവശ്യം തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. അപ്പോൾ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ. തല്ലിയപ്പോൾ എന്താണ് ആ തല്ലലിലാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു. അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടൻ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു. അത് കോംപ്രമൈസ് ചെയ്തു.
ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കേസാണ്. അതിലാണ് പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, താൻ പറഞ്ഞ കാര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ നുണയാണ്, അതിൽ പശ്ചാത്താപമുണ്ട് തനിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നത് സംബന്ധിച്ച് നമുക്ക് സൂചനകളുണ്ടോ? കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഈ യുവതിയുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? രേണുക, ഇതുവരെ ഇല്ല എന്ന് വേണം. വാസ്തവം അതാണ്. കാരണം ആ കുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ബന്ധു, അദ്ദേഹം ഒരു അമ്മാവനുണ്ട്, അദ്ദേഹമായിരുന്നു ആ സമയത്ത് നമുക്ക് വിവരങ്ങൾ നൽകിയിരുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞത് തിരുവനന്തപുരത്താണ്, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തത്. അച്ഛൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്, അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോയിരുന്നു. തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് അത് ജോലി ചെയ്തിരുന്നതെന്നാണ് നേരത്തെ പാരന്റ്സ് പറഞ്ഞിരുന്നത്. ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. പക്ഷെ അവിടെ അന്വേഷിച്ചപ്പോൾ ജൂൺ 1-ാം തീയതി മുതൽ ലീവിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് അച്ഛൻ്റെ ഒരു പ്രതികരണം വന്നത്. അങ്ങനെ മാത്രമാണ്. മറ്റൊരു വിവരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമല്ല. രേണുക സൂചിപ്പിച്ചതുപോലെ കേരളത്തെ അങ്ങേയറ്റം ഞെട്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു. കാരണം വിവാഹിതയായ ഒരു പെൺകുട്ടി 7ാമത്തെ ദിവസം ഭർത്തൃ വീട്ടിൽ നിന്നും ഗാർഹിക പീഡനത്തിനിരയായി, അതും അതിക്രൂരമായ ഗാർഹിക പീഡനത്തിനിരയായി തിരിച്ച് രക്ഷിതാക്കൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. അത് അന്ന് നമ്മളുൾപ്പെടെ എല്ലാ മീഡിയവും ആ പെൺകുട്ടിയുടെ പാരൻസിനെ അങ്ങേയറ്റം അഭിനന്ദനാർഹമായ ഒരു മൂവ് എന്ന് നമ്മൾ ഓരോരുത്തരും അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അവരെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊരു മാതൃകയാണ്, എല്ലാ രക്ഷിതാക്കൾക്കും ഇതൊരു മാതൃകയാണ് എന്നുള്ള തരത്തിലൊക്കെ ഇതിന്റെ ചർച്ചകൾ പോകുകയും പിന്നീട് ഈ രാഹുലിന്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയും അവിടെ വെച്ചിട്ട് രാഹുലിന്റെ അമ്മയും സഹോദരിയും ഈ പെൺകുട്ടിയുടെ മോറൽ സൈഡ് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അവരുടെ പ്രതികരണം വരികയും അതിനെതിരെ തന്നെ നമ്മളും സോഷ്യൽ മീഡിയയും ഒക്കെ അങ്ങേയറ്റം പ്രതികരിച്ചതാണ്. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങേയറ്റം ചർച്ച ചെയ്തൊരു സാഹചര്യമുണ്ട് ഈ കേസിന്. ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും ഈ രാഹുലിനെ, അതായത് ബ്ലൂ കോർണർ നോട്ടീസിനുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയുടെ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. രേണുക, തീർച്ചയായും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നിലയിൽ കേസ് എത്തി നിൽക്കുമ്പോഴാണ് പെൺകുട്ടി താൻ പറഞ്ഞതൊക്കെ കളവാണ്, വീട്ടുകാരുടെ സമ്മർദ്ദത്താലാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോഴും സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിച്ചിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അതേ തുടർന്ന് ഞങ്ങൾ തമ്മിൽ തല്ലുപിടിക്കുന്ന അല്ലെങ്കിൽ എന്നെ തന്നെ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് ഇപ്പോഴും ആ പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷേ രാഹുലിൻ്റെ കൂടെ തന്നെ പോകാനായിരുന്നു തനിക്ക് താല്പര്യം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ യുവതി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് തനിക്കുണ്ടായ പശ്ചാത്താപത്തിന്റെ പേരിലാണ് എന്ന് ആ യുവതി പറയുകയാണ്. കേരളം പലതരത്തിലുള്ള കേസുകൾ കണ്ടിട്ടുള്ളതാണ്. വിസ്മയുടെയും മറ്റുമൊക്കെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. ആ പിതാവ് മകൾക്ക് മർദ്ദനമേറ്റു എന്നറിഞ്ഞപ്പോൾ അവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത് ആ നിലയിൽ തന്നെ സമൂഹം സ്വീകരിച്ചതാണ്. പക്ഷേ യഥാർത്ഥ സംഭവം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. അതിൽ കൂടുതൽ കാര്യങ്ങൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് കൂടി അറിയുമ്പോഴേ, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം കൂടി അറിയുമ്പോഴേ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം ഡോക്ടർ എൽസി ഉമ്മനും ബിജു ജോസഫും ചേരുകയാണ്. ഡോക്ടർ എൽസി ഉമ്മൻ നമുക്കറിയാം കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ആണ്. ഒപ്പം ബിജു ജോസഫ് മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷന്റെ പ്രതിനിധിയാണ്. രണ്ടുപേർക്കും സ്വാഗതം. ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ നമ്മൾ നിരവധി പെൺകുട്ടികളുടെ അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ സ്ത്രീധന പീഡനം നേരിട്ട് അവിടങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന, മരണം വരെ സംഭവിച്ച പെൺകുട്ടികളെക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംഭവം വന്നപ്പോൾ ആ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, നമ്മൾ ഓരോരുത്തരും ഇടപെട്ടതാണ്. ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നു തനിക്ക് കളവ് പറയേണ്ടി വന്നു. ആ ഒരു സമ്മർദ്ദ സമയത്ത് എന്ത് തീരുമാനമെടുക്കണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നു. അതിൽ പശ്ചാത്താപമുണ്ട് എന്ന് പറയുന്നു. എന്താണ് ഇപ്പോഴും പെൺകുട്ടി ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്താനുള്ള യഥാർത്ഥ കാരണം എന്നത് നമുക്കറിയില്ല. ഒരുപക്ഷെ പശ്ചാത്താപം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞ് എന്നതൊക്കെ വാസ്തവം തന്നെ ആയിരിക്കാം. എന്താണ് എന്നത് നമുക്ക് വ്യക്തമല്ല. താങ്കൾക്ക് എന്താണ് ഈ പെൺകുട്ടിയുടെ പ്രതികരണം കാണുമ്പോൾ തോന്നുന്നത്? വീട്ടുകാരുടെ ഇടപെടലിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അത് തെറ്റായിപ്പോയി എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അതോ ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി പെൺകുട്ടി വീണ്ടും
മാറ്റി പറയുന്നതായി സംശയിക്കുന്നുണ്ടോ? എന്താണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്? എല്ലാ രീതിയിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതിന്റെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. നമ്മളൊരു വിവരം കേട്ട ആ ഒരു അറിവിൽ വെച്ചാണ് പലപ്പോഴും ഒരു കാര്യം അപഗ്രഥിച്ച് പറയുന്നത്. അപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് താന് ശാരീരികമായും മാനസികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുത്ത് അങ്ങനെ ആ ചെറുപ്പക്കാരൻ നാട് വിട്ടു പോവുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരെ സസ്പെൻഷനിലായ ഒരു പ്രമാദമായിട്ടുള്ള ഒരു കേസായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് തിരിച്ചു പറയുന്നു. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അന്ന് പറഞ്ഞത് കളവാണ്, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞത് കളവാണ്. ഇത് ഏതാണ് കളവെന്നാണ് നമുക്ക് അറിയാത്തത്. ഇപ്പൊ കുറ്റബോധം താങ്കൾ സൂചിപ്പിച്ചതുപോലെ കുറ്റബോധം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സമ്മർദ്ദം കൊണ്ടും ആയിരിക്കാം. ഇന്ന് തന്നെ ഞാൻ ഒരു പോക്സോ കേസിൻ്റെത് ഞാൻ ശ്രദ്ധിച്ചത്, പലപ്പോഴും ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റിന് ശ്രമിക്കാറുണ്ട്. അപ്പോൾ കുട്ടികള് അത് സ്ത്രീകളാണെങ്കിലും കേട്ടോ, പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ പീഡിപ്പിച്ച കേസും പുരുഷന്മാർ പീഡിപ്പിച്ച കേസും ഒക്കെയും തന്നെ ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റിൽ പോയി ഈ പരാതി കൊടുത്തവർ തന്നെ കോടതിയിൽ ചെന്ന് ജഡ്ജിനോട് പറയും ഞങ്ങൾക്കൊരു പരാതിയുമില്ല, ഞങ്ങൾ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ക്ഷമ പറഞ്ഞിറങ്ങി വരുന്ന കേസസ് ഒരുപാടുണ്ട്. അപ്പോൾ അത്തരം രീതിയിലത്തെ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഇനിയും അത്ര രീതിയിലുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു കരുതലോ കൊടുക്കാനായിട്ട് നമ്മുടെ നിയമം സംവിധാനം ചിലപ്പോൾ മടിക്കും. കാരണം ഈ പറയുന്നത് സത്യമാണോ കള്ളമാണോ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നതാണോ എന്നൊരു ഊഹമില്ലാത്തത് കൊണ്ട്. അത് തന്നെയല്ല, പൊതുജനവും മടിക്കും. കാരണം ഇത് നുണ പറയുകയാണോ ശരി പറയുകയാണോ? കാരണം ഇത്തരം കാര്യങ്ങൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട്. കാരണം എനിക്കറിയാവുന്ന തന്നെ 498 കേസ് ചാർജ് ചെയ്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അതായത് വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് പുരുഷന്മാരുടെ എതിരെ കേസ് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ എതിരെ കേസ് പറഞ്ഞു കൊടുക്കാനുള്ള ലക്ഷ്യത്തിൽ തന്നെ ഈവൻ മാധ്യമപ്രവർത്തകരെ പോലും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയ കേസസ് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്തരം മാനിപ്പുലേഷൻസ് സ്ത്രീകളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ചുരുക്കമായിട്ടാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് നിയമത്തെയും കബളിപ്പിച്ച് പോലീസിനെയും കബളിപ്പിച്ച് കള്ളം പറഞ്ഞ് അത് മാതാപിതാക്കളുടെ പ്രേരണയാണെങ്കിലും സ്വയം പ്രേരണയാണെങ്കിലും ആരുടെ പ്രേരണയാണെന്നുണ്ടെങ്കിലും അങ്ങനെ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിയമത്തിന്റെ പരിരക്ഷ കിട്ടേണ്ടവർക്ക്, സഹായം കിട്ടേണ്ടവർക്ക് പോലും അതൊരു പ്രശ്നമായി തീരത്തക്ക, അല്ലെങ്കിൽ അവരോട് അനുകമ്പാപൂർണമായി ആരും പെരുമാറാത്ത രീതിയിൽ, അവർക്ക് വേണ്ടുന്ന സഹായം കിട്ടാത്ത രീതിയിൽ അവര് കാര്യങ്ങളെ തീർച്ചയായും നമ്മൾ അത്രയും കെയർഫുൾ ആയി വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എന്നത് തന്നെയാണ് ഞാനും അത് മനസ്സിലാക്കുന്നു. ഡോക്ടർ എൽസി ഉമ്മൻ, ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. മകളെ കാണാനില്ല എന്ന് അച്ഛൻ പരാതി നൽകിയിരിക്കുന്നു. വടക്കേക്കര പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ഈ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചിരിക്കുന്നു. FIR ഇട്ടിരിക്കുന്നു. വടക്കേക്കര പോലീസ് എടുത്ത കേസ് തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസിന് കൈമാറും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ അതിന്റെ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഇതുവരെ ആ കുടുംബത്തിന്റെ ഒരു പ്രതികരണവും ലഭിച്ചിരുന്നില്ല. അവർ നിയമപരമായി നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മറ്റാരുടെയെങ്കിലും കസ്റ്റഡിയിലാണോ? എന്താണ് ഈ കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത്? രേണുക, മകളെ കാണാനില്ലെന്നാണ് അച്ഛൻ പരാതി നൽകിയിരിക്കുന്നത്. ഈ വടക്കേക്കര പോലീസ് ഈ ഒരു വിഷയത്തിൽ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. മകളെയുമായി നിർബന്ധിച്ച് കസ്റ്റഡിയിൽ വെച്ച് ആരെങ്കിലും നിർബന്ധിച്ച് പറയിപ്പിച്ചതായിരിക്കുമോ എന്നൊരു കൺസേൺ ഇവർക്കുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ജൂൺ 1-ാം തീയതി മുതൽ മകൾ അവധിയിലാണ് എന്നൊരു വിവരം മാത്രമേ അച്ഛന് ലഭിക്കുന്നുള്ളൂ ഓഫീസിൽ നിന്ന് നേരത്തെ പ്രതികരിച്ചിരുന്നു. അത് മാത്രമാണ് ഈ പെൺകുട്ടിയെ അന്വേഷിച്ചപ്പോൾ കിട്ടിയിരുന്നത്. പെൺകുട്ടി തിരുവനന്തപുരത്ത് ജോലിക്ക് പോയിരുന്നു എന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയുകയുള്ളൂ. എന്തായാലും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഈ വിവരം കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയതായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ FIR ഇട്ടിട്ടുണ്ട്. മാത്രമല്ല
കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ കേസ് വരുന്നത്. പെൺകുട്ടി ടെക്നോ പാർക്കിലെ ജീവനക്കാരിയാണ്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ വടക്കേക്കര പോലീസ് എടുത്ത ഈ കേസ് കഴക്കൂട്ടം പോലീസിന് കൈമാറുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു വീഡിയോ കൂടി പെൺകുട്ടിയുടേതായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് ഈ നേരത്തെ വന്നതുപോലെ തന്നെ സമൂഹ മാധ്യമം വഴിയാണ്. ഐ ആം സേഫ് ആൻഡ് നോ വൺ ഹാസ് ത്രെറ്റൻഡ് മീ ടു റിവീൽ ദ ട്രൂത്ത് എന്നാണ് അതിന്റെ ഹെഡിങ് മാത്രം എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്കത് പ്രേക്ഷകർക്ക് കൂടി നൽകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വേഷത്തിൽ ആ പെൺകുട്ടി പറയുന്നതാണ്, ഞാൻ സേഫാണ്, ആരുടെയും ഭീഷണി ഇല്ലായിരുന്നു എനിക്ക് സത്യം വെളിപ്പെടുത്തുന്നതിന് എന്ന് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയാണ് ഈ കേസ് എന്ന് തോന്നുന്നു. ആജ്ഞ പറഞ്ഞു വന്നത് തുടരാം. ആ വീഡിയോയിൽ തന്നെ പറയുന്നത് തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് വ്യക്തമാക്കിയാണ് പുതിയ വീഡിയോ സന്ദേശം യുവതി ഇട്ടിരിക്കുന്നത്. ഒരു പക്ഷേ അച്ഛന്റെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനത്തെ ഒരു വീഡിയോ പെൺകുട്ടി പോസ്റ്റ് ചെയ്യാൻ. ഒരൊറ്റ സംശയം, ഈ പെൺകുട്ടിയെ ഈ രാഹുലിന്റെ വീട്ടിൽ, അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ കാണുന്നു. അപ്പോൾ മുഖത്ത് പാടുകളുണ്ട്, കഴുത്തിൽ പാടുകളുണ്ട്. ആ ഒരു സാഹചര്യം ബന്ധുക്കൾ ആവർത്തിച്ച് ചോദിക്കുന്നു. മർദ്ദനമേറ്റു എന്ന് മനസ്സിലായി. ആ ഘട്ടത്തിൽ അവർ ആ പെൺകുട്ടിയെ അപ്പോൾ തന്നെ കൂടെ കൂട്ടുകയാണ്. അതിനുശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, പരാതി കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഈ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം പെൺകുട്ടി വീട്ടുകാർക്കൊപ്പമായിരുന്നില്ലേ? ജോലിക്കെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വന്ന പെൺകുട്ടി വീട്ടുകാരുമായി യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിരുന്നില്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? സമ്മർദ്ദം കാരണമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് രേണുക പെൺകുട്ടി ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വീട്ടുകാരുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാരുമായി ജോലിക്ക് തിരുവനന്തപുരത്തേക്ക് പോയതുവരെ ഈ പെൺകുട്ടി വീടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അതായത് തിരുവനന്തപുരത്ത് ജോലിക്ക്, അതായത് ടെക്നോ പാർക്കിൽ പെൺകുട്ടി ജോലിയിലുണ്ട് എന്നാണ് വീട്ടുകാർക്ക് അറിയുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്ന ശേഷമാണ് അന്വേഷിച്ചപ്പോൾ ജൂൺ 1 തീയതി ജൂൺ 1 തീയതി പെൺകുട്ടി അന്നു മുതൽ അവധിയിലാണ് എന്നൊരു ഇൻഫർമേഷനാണ് കിട്ടിയതെന്നാണ് ഇവരുടെ ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞത്. ആ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു പരാതി അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനും ആ പെൺകുട്ടിയുമായി സംസാരിച്ചതാണ്. അപ്പോഴൊക്കെ ഈ പറയുന്ന മർദ്ദനത്തിന്റെ പാടുകളൊക്കെ ആ പെൺകുട്ടിയുടെ മുഖത്തും കഴുത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് വ്യക്തമാണ്. മർദ്ദനമേറ്റു എന്ന് പറയുന്ന കാര്യം വ്യക്തമാണ്. കേബിളാണോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് വ്യക്തതയില്ല. പക്ഷെ അത് അവര് പറഞ്ഞതാണ്. അത്തരം സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആ പെൺകുട്ടിയെ പോയി കാണുന്നത്. അപ്പോഴും ഈ പറഞ്ഞതുപോലെ മർദ്ദനമേറ്റ്, അതായത് തന്റെ വിവാഹം കഴിച്ചയച്ച ഒരു പെൺകുട്ടിയെ 7ാം നാൾ വിരുന്നിന് ചെല്ലുമ്പോൾ മർദ്ദനമേറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവൾ തന്നെ പറയുകയാണ്, രാഹുലേട്ടൻ എന്നെ മർദ്ദിച്ചതാണ് എന്ന് പറഞ്ഞു. അവൾ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ എടുത്തു ചോദിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിലും, നിങ്ങൾ എന്തുകൊണ്ടാണ് ആദ്യം കള്ളം പറഞ്ഞത്? ഇത് ബാത്റൂമിൽ വീണതെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. നിങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തയ്യാറായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അന്നേരം അവർ പറഞ്ഞത്, എനിക്ക് ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത കൺഫ്യൂഷനായിരുന്നു. അതേ വാചകം തന്നെ പെൺകുട്ടി ഈ വീഡിയോയിലും ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ഈ സാഹചര്യത്തിലും എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്കറിയില്ല. അച്ഛൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു എന്ന് പറയുന്നു. ഈ ഒരു മാത്രമല്ല, താൻ അസിസ്റ്റന്റ് കമ്മീഷണറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ. തീർച്ചയായും എന്തായാലും വീട്ടുകാരുടെ, ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ, യുവതിയുടെ വീട്ടുകാരുടെ സമ്മർദ്ദത്താലാണ് ഭർത്തൃ വീട്ടുകാർക്കെതിരെ, ഭർത്താവിനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടി വന്നത്. അതിൽ വലിയ പശ്ചാത്താപമുണ്ട്. വീട്ടുകാരുടെ സമ്മർദ്ദമായിരുന്നു. അച്ഛൻ ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെ മുഴക്കിയിട്ടാണ് ഡവറി സംബന്ധിച്ചുള്ള, സ്ത്രീധന സംബന്ധിച്ചുള്ള പീഡനമാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്ന് മാധ്യമങ്ങളോടും പോലീസിനോടുമൊക്കെ പറഞ്ഞത് എന്നതാണ് ആ യുവതി പറയുന്നത്. ഇപ്പോൾ വീട്ടുകാരുമായി ബന്ധപ്പെടുന്നില്ല, താൻ സുരക്ഷിതയാണ്, തനിക്ക് ആരുടെയും ഭീഷണിയില്ല എന്ന കാര്യവും ആ യുവതി വ്യക്തമാക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചെത്താം. അതിഥികൾ ദയവായി തുടരുക. ഒരു ചെറിയ ഇടവേള. പന്തീരാങ്കാവ് കേസിൽ താൻ പറഞ്ഞതെല്ലാം കളവെന്ന് യുവതി പറഞ്ഞിരിക്കുകയാണ്. തനിക്ക് പശ്ചാത്താപമുണ്ട്, തന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് കളവാണ്, തനിക്ക് സ്ത്രീധന പീഡനം നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് പെൺകുട്ടി ഇപ്പോൾ തുറന്നു പറയുന്നത്. ഡോക്ടർ എൽസി ഉമ്മൻ ഇത്തരം ഒരു തുറന്നു പറച്ചിൽ എന്ന് പറയുമ്പോഴും ആ വീഡിയോയിൽ ഈ യുവതി പറയുന്നുണ്ട്, മറ്റൊരു മാട്രിമോണിയൽ സൈറ്റിൽ പരിചയപ്പെട്ട ഒരാളുമായി ചാറ്റ് ചെയ്തതിൻ്റെ ചില വിവരങ്ങൾ ഈ യുവാവ് കാണുന്നു. അത് അയാളിൽ ദേഷ്യമുളവാക്കുന്നു, അയാൾക്ക് സംശയമുണ്ടാകുന്നു, അയാൾ അതിൻ്റെ പേരിൽ വഴക്കുകൂടുന്നു, തല്ലുന്നു. അതിനുശേഷം ഇവർ ബാത്റൂമിൽ പോകുമ്പോൾ ഇവർ അവിടെ തെന്നി വീഴുന്നു, അവരുടെ തലയ്ക്കും പരിക്കേൽക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ യുവതി പറയുകയാണ്. വിവാഹം കഴിഞ്ഞ്
ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ മെയിൽ ഷോവിനിസം ഒക്കെ അയാളുടെ റൈറ്റ് ആണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ആ യുവതി ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിനുള്ള അധികാരം അയാൾക്കുണ്ട്, ഞാൻ തെറ്റു ചെയ്തു, അവർക്ക് വേണ്ടാതെ ഉപേക്ഷിച്ച ഒരു കല്യാണത്തിൻ്റെ ആള് അവരെ വിളിച്ചത് വലിയ തെറ്റായി അവർ കാണുകയാണ്. ആ രീതിയിലൊക്കെ ഏറ്റുപറയുന്നുണ്ട്. ഇതിൽ സ്ത്രീധന പീഡനം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നത് ആ യുവതി തന്നെ ആ വീഡിയോയിൽ പറയുന്നു. അപ്പോൾ പോലും ആ യുവാവിനെ വളരെ പുകഴ്ത്തിക്കൊണ്ട് എല്ലാ ചെലവുകളും കല്യാണത്തിൻ്റെത് വഹിച്ചത് അയാളാണ്, അയാൾ മുൻപൊരു കല്യാണം കഴിച്ചിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്, ആ കാര്യം എന്നോട് പറഞ്ഞതാണ്, അതുകൊണ്ട് അത് സാധുവാകുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ യുവാവിനെ പുകഴ്ത്തി അയാളുടെ നല്ല കഴിവുകളായോ അല്ലെങ്കിൽ നല്ല സ്വഭാവമായോ ഒക്കെ ചിത്രീകരിക്കുകയാണ് ഈ പെൺകുട്ടി അതിൽ ചെയ്യുന്നത്. ആ വലിയ രീതിയിലൊരു ഒബ്സഷൻ അയാളോടുണ്ട് ആ പെൺകുട്ടിക്ക് എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തോന്നും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളുടെ കൂടെ പശ്ചാത്തലത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കല്യാണം കഴിഞ്ഞ് 7-8 ദിവസം കഴിഞ്ഞ് തൻ്റെ മകളെ ആ രീതിയിൽ പരിക്കേറ്റ് ആ വീട്ടിൽ കാണുമ്പോൾ ആ വീട്ടുകാർ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കേട്ട വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്തു പോയതാകാമോ? അതായത് ഇതിനകത്തിൽ ഏതായാലും അസോൾട്ട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ദേഹോപദ്രവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിൽ പോയത് പോലും. അവിടെ പോയി അതിനും കള്ളം പറഞ്ഞു. എന്നിരുന്നാൽ പോലും ദേഹോപദ്രവം നടന്നിട്ടുണ്ട്. കാരണം കഴുത്തിലൊക്കെ പാടുണ്ടായിരുന്നു, മർദ്ദിച്ച പാട് ശരീരത്തിലുണ്ടായിരുന്നു. അപ്പം ഡൊമസ്റ്റിക് വയലൻസ് ഏതായാലും നടന്നിട്ടുണ്ട്. പിന്നെ ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഡൊണാൾഡ് ഡർട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ആ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഈ ഉപദ്രവിക്കുന്നവരോട് ഒരു ബോണ്ടിങ് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അത് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാട്ടില് പരക്കെ മിക്ക സ്ത്രീകളും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നത് 2 അടി കിട്ടുന്നത്, ഭർത്താവ് അടിക്കുന്നത് അല്ലെങ്കിൽ തല്ലുന്നത് അത് അവരുടെ ഒരു അവകാശമാണ്, അതൊരു സർവ്വസാധാരണമാണ്. അതിനെ നോർമലൈസ് ചെയ്ത് ഇപ്പോഴും സ്ത്രീകൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് തന്നെ പുരുഷന്മാരും എല്ലാവരും എന്ന് ഓവർ ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലരെങ്കിലും അതായത് 2 തല്ല് കൊടുക്കുന്നത് അവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കാനും അല്ലെങ്കിൽ അവരുടെ ഒരു അധികാരം സ്ഥാപിക്കാനും അത് നല്ലതാണ്. അത് കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഭാര്യമാരും ഉണ്ട് വാസ്തവം പറഞ്ഞാലും. അപ്പോൾ അതൊരു നോർമൽ ഫിനോമിനയായിട്ട് നമ്മുടെ സമൂഹം ചിലരെങ്കിലും അതിനെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാവുന്നതാണല്ലോ, ഇപ്പൊ ഗാർഹിക പീഡനത്തിനാണെന്നുണ്ടെങ്കിലും എന്തിനാണെങ്കിലും പോലീസിന്റെ മധ്യസ്ഥതയിലെല്ലാം ഒതുക്കി തീർത്ത് കൊണ്ടുപോകുന്ന സമയത്തും പലപ്പോഴും ഇതേ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് സ്ത്രീകൾ തയ്യാറെടുക്കാറുണ്ട്. ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കുറച്ച് കഴിയുമ്പോൾ അവരോട് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും. അപ്പൊ അതൊരു കാരണം കൊണ്ട് കുറച്ചു നാളത്തേക്ക് സ്വന്തം വീട്ടിൽ വന്നാലും പിന്നെയും ബാക്ക് ടു അതേ ഒരു സാഹചര്യത്തിൽ, അതേ ഒരു നെഗറ്റീവ് എൻവയൺമെന്റിലേക്ക്, അതേ ഒരു ട്രോമറ്റൈസിങ് കണ്ടീഷനിലേക്ക് തിരിച്ചു പോകാൻ അവർ തയ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളുടെ ഒരു പെക്യുലിയർ നേച്ചറാണ് ഇവരെ ന്യായീകരിച്ച് സംസാരിക്കുക എന്നുള്ളത്. അതായത് ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെ ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എത്ര ചെറുതോ വലുതോ തെറ്റ് ആര് ചെയ്താലും, പുരുഷൻ ചെയ്താലും സ്ത്രീ ചെയ്താലും കയ്യാങ്കളി പാടില്ല, അതൊരു നിയമം ലംഘിക്കൽ തന്നെയാണ്. അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുന്നത് തന്നെ അതൊരു സർവ്വസാധാരണമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിന്റെ പിറകിലുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള യുവതിയാണ് ഇപ്പോൾ. ആ യുവതി എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ വഴിയിലൂടെ മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. മറ്റ് വ്യക്തികൾ ഇടപെട്ട കേസാണ്, മറ്റ് വ്യക്തികളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ അവർ പറയുന്നത് മാത്രമാണ് മാധ്യമങ്ങൾക്ക് അറിയുക. പക്ഷേ ഇതിന്റെ ഒരു സാമൂഹിക പ്രസക്തി എന്ന ഒരു വിഷയം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വിഷയം ഈ നിലയിൽ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ഈ യുവതി ഏറ്റവും ഒടുവിൽ നടത്തിയ വെളിപ്പെടുത്തൽ സമൂഹ മാധ്യമം വഴിയാണ്. ആ പെൺകുട്ടി താൻ സുരക്ഷിതയാണ്, താൻ ആരുടെയും തടങ്കലിലല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. ഹായ്, ഞാൻ സേഫാണ്. എല്ലാവരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല, ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല. മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക, എല്ലാവരിൽ നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഇനിയെങ്കിലും, എനിക്കറിയാം ഒത്തിരി ലേറ്റായി പോയി എന്ന്, ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മാറി നിന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ റിലീസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എനിക്ക് അവിടെ നിന്നൊരു വധഭീഷണി പോലും ഉണ്ടായതാണ്. സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
രഹസ്യമൊഴി കൊടുക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, അന്ന് പോലും സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ സത്യം എല്ലാവരോടും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ആ രഹസ്യമൊഴിയുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും പോലും ഉണ്ടായത്. അതിൻ്റെ തലേ ദിവസം പോലും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ എന്തായാലും മൊഴി കൊടുക്കുമ്പോൾ എൻ്റെ ലാസ്റ്റ് മൊഴിയിൽ ഞാൻ സത്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷേ അന്ന് രാത്രി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലച്ഛൻ ഒരു സൂയിസൈഡ് ടെൻഡൻസി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി. അതെനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ആ ഒരു സമയത്ത് സത്യമായിട്ടും പേടിച്ചു അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എന്താ പറയുക സത്യം തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. ആ ഒരു തലേ ദിവസം പോലും ഒരു വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു. എൻ്റെ വീട്ടിലന്ന് രാത്രി ഒരു വക്കീൽ വന്നായിരുന്നു. അവരോട് ഞാൻ സത്യങ്ങൾ തുറന്ന് പറഞ്ഞു. കാരണം ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് പറയാനായിട്ട്. പക്ഷെ അവർ പോലും പറഞ്ഞത്, ഞാൻ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സോ അത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്താണ് ആ ഒരു സമയത്ത് പോലും എനിക്ക് സത്യം എന്താണെന്ന് മജിസ്ട്രേറ്റിനോട് തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. പല സ്റ്റേജിലായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ പോലും അവിടെ വെച്ചും ഞാൻ റിലേറ്റീവ്സിനോടും എൻ്റെ ഫാമിലിയോടും എല്ലാവരോടും പറഞ്ഞു എനിക്ക് സത്യം ഇനിയെങ്കിലും പറയണം. പക്ഷേ ആരും കൂടെ ഉണ്ടായില്ല. എന്താ പറയുക, സത്യം തുറന്നു പറയാനായിട്ട് ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ഒറ്റയ്ക്ക് തന്നെ, അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് ഇങ്ങനൊരു വീഡിയോ. താൻ അസിസ്റ്റന്റ് കമ്മീഷണറോടും വക്കീലിനോടും ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അച്ഛൻ്റെ ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് അങ്ങനെ ഉള്ള വെളിപ്പെടുത്തലുകൾ നടത്താൻ, അല്ലെങ്കിൽ അങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറയുന്നതിന് കാരണമായി എന്നുകൂടി ഈ പെൺകുട്ടി സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ബിജു ജോസഫ് കൂടി ചേരുകയാണ്. മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ ബിജു ജോസഫ്, ഈ കേസുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ പെൺകുട്ടി എവിടെയാണ്? ആരെങ്കിലും സമ്മർദ്ദത്തിലാണോ ഇത് പറയുന്നതെന്ന് ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല. അപ്പോൾ പോലും എന്തൊക്കെയോ ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ എങ്ങനെയാണ് വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇത് ഒരൊറ്റപ്പെട്ട സംഭവം എന്ന നിലയിലാണോ കാണുന്നത്? ശ്രീ ബിജു ജോസഫ്, താങ്കൾ മ്യൂട്ടാണെന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഞാൻ ഡോക്ടർ എൽസി ഉമ്മൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അത് സ്ത്രീകളിലും പുരുഷന്മാർ കുറച്ചധികം ഉണ്ടാവും, പക്ഷെ സ്ത്രീകളും കുറ്റവാളികളായി മാറുന്നുണ്ട്. ഈ അടുത്ത അവസരത്തിൽ ഇതിന്റെ കുറെ വർധനവുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഇതിലെ പങ്ക് വളരെയധികം കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ടായ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ മറച്ചു പിടിക്കപ്പെടുകയാണ്. അതായത് ഒരു സംവിധാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംവിധാനം മറ്റൊരു കാര്യവും നോക്കാതെ അവർക്ക് പിന്തുണ നൽകുകയാണ്. അതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുവാനോ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുവാനോ ഒരു ആളും തയ്യാറാകുന്നില്ല. മാധ്യമങ്ങൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സ്ത്രീകളുടെ വശം മാത്രം നോക്കി സംസാരിച്ച് മാധ്യമങ്ങൾ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യങ്ങൾ, അതായത് വ്യാജമൊഴി നൽകി പുരുഷന്മാരെ പീഡിപ്പിക്കാനുള്ള പ്രവണതകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ NCRB കണക്കനുസരിച്ച്, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കുടുംബ കോടതികളിൽ വരുന്ന കേസുകളിൽ 80 മുതൽ 98% വരെ വ്യാജമായ കേസുകളാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. അത് ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല, ഏകദേശം 1.5 പതിറ്റാണ്ട് ആയി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്ന് സ്ത്രീ ശാക്തീകരണ നിയമം വന്നിട്ടുണ്ടോ അന്ന് മുതലാണ് ഇതിന്റെ. ശ്രീ ബിജു ജോസഫ്, ഇപ്പോൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നീട് ഒതുക്കി തീർക്കപ്പെടുകയാണ്. പരസ്പരം മുന്നോട്ട് പോകണം, കുട്ടികളുടെ ഭാവി തുടങ്ങിയ വിഷയങ്ങൾ അവർക്ക് ഒരു കോംപ്രമൈസിന് വഴിയൊരുക്കുന്നത് കൊണ്ടാണ് പലതും ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്. ഈ കേസിലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ആ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ഡോക്ടറുടെ മൊഴിയുണ്ട്. വീട്ടിലെ ഈ പുരുഷന്റെ അമ്മ തന്നെ
ഈ കാര്യം സ്ഥിരീകരിച്ചതാണ്. മർദ്ദിച്ചു എന്നുള്ളത് സത്യമാണ് എന്ന് അവർ പോലും സമ്മതിച്ചതാണ്. ഈ പെൺകുട്ടി സമ്മതിക്കുന്നുണ്ട്. ഡോക്ടറുടെ മൊഴിയുണ്ട്. ആ പെൺകുട്ടിയുടെ പുറത്തുണ്ടായിരുന്ന മുറിവുകളൊക്കെ അതിന് അടിസ്ഥാനമാണ്. അപ്പോൾ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 7-ാം ദിവസം മുതൽ തന്നെ മർദ്ദനം തുടങ്ങുക, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അവകാശങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുക, അതൊന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നതിനെ ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇവിടെ സ്ത്രീകളാൽ ഉപദ്രവിക്കപ്പെടുന്ന പുരുഷന്മാരുണ്ട്. ഇവിടെ സംവിധാനം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഗാർഹിക പീഡന പരാതി നൽകാൻ ആകെ അവകാശമുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ്. പുരുഷന്മാർക്ക് ഗാർഹിക പീഡനം അനുഭവപ്പെട്ടാൽ അവിടെ പരാതി കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനമില്ല. ഇതിന് കുറെ ആഴത്തിലേക്ക് ഇറങ്ങി പോകേണ്ടതുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടുന്ന കേസുകളൊന്നും താങ്കൾ കണ്ടിട്ടില്ലേ? പുരുഷന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളിൽ നിന്ന് ആ രീതിയിൽ ആക്രമണം നേരിട്ടാൽ അതിനും നമ്മളുടെ വ്യവസ്ഥിതിയിൽ നിയമങ്ങളുണ്ട്, നടപടികളുണ്ട്. ഇല്ല, ഗാർഹിക പീഡന നിയമം സ്ത്രീകൾക്ക് മാത്രം പരാതി കൊടുക്കാനുള്ളതാണ്. ഒരു കുടുംബപരമായിട്ട് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഒരു ഗാർഹിക പീഡനം നടന്നു കഴിഞ്ഞാൽ പുരുഷന് അതിനെ കുറിച്ച് ഒരു മാനസിക പീഡനം നടന്നു കഴിഞ്ഞാൽ അതിനൊരു തെളിവുകളില്ല. അതൊരു കുടുംബത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു മാനസിക പീഡനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശാരീരിക പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം. പരാതി കൊടുത്താൽ അവിടെ സ്വീകരിക്കാറില്ല. പുരുഷന്റെ പരാതി ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. ഞാനും ഇതുപോലുള്ള കേസുകളിൽ കുറെ ഇടപെട്ട് കഴിഞ്ഞിട്ടും ഇതുപോലെ പരാതി സ്വീകരിക്കാത്ത കാരണം കോടതി മുഖേന അഫിഡവിറ്റ് സമർപ്പിച്ച് വേണം ഒരു കേസ് ചാർജ് ചെയ്യാനായിട്ട്. പുരുഷന്മാർ തെളിവുകൾ അടക്കം കൊണ്ടുവന്ന്, ശാസ്ത്രീയമായ തെളിവുകൾ അടക്കം കൊണ്ടുവന്ന് ഒരു പരാതി നൽകിയാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് സ്വീകരിക്കില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുകളിൽ നിന്നുള്ള ഒരു ഉന്നതങ്ങളിൽ നിന്നുള്ള അറിയിപ്പാണ് ഇത്. ഇവിടെ സ്ത്രീകൾ എന്ത് പരാതി വന്നാലും ഒരു മൊഴിയുടെ പുറത്ത് സ്ത്രീധന പീഡന പരാതികളൊക്കെ കിട്ടുമ്പോൾ പോലും പോലീസുകാർ അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നു എന്നുള്ള എത്ര പരാതികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കേസിലും ആദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയ മനോഭാവം, അതിൽ നടപടികൾ പോലും ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ശ്രീ ബിജു ജോസഫ് ഞാൻ ഇടപെടുന്നത്. നമുക്ക് ഈ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു. എന്താണ് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ലാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇതിൽ പോലീസ് കണ്ടെത്തൽ എന്നത്. വീട്ടുകാരുടെ കൂടുതൽ പ്രതികരണം വരുന്നുണ്ടോ എന്ന കാര്യവും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഒരിടവേളയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രിസഭയിൽ പുതിയ മന്ത്രിമാർ, അവരുടെ വകുപ്പുകൾ എന്താണ് എന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം.